അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് കാണണ്ടേ, അറിയണ്ടേ? വാ. അപ്പോൾ ഗൈസ് ഞാനിതാ നേരെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ചാടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സമയം 11:45. 11:45 എൻ്റെ ചായ ബ്രേക്ക്ഫാസ്റ്റ്. എണീക്കാത്തതുകൊണ്ട് കേട്ടോ, മര്യാദക്ക് എണീക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 10 മണിക്ക് കണ്ണു തുറന്നിട്ടുണ്ട്. പിന്നെ റീൽസും കണ്ടങ്ങനെ ഇരുന്നു കുറേ നേരം. ലീവല്ലേ, ഇന്ന് ലീവ് കേട്ടോ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഒരു ചായ കുടിക്കണം. പറ്റുമെങ്കിൽ ഫുഡ് മേടിക്കാൻ പറ്റുമെങ്കിൽ ഫുഡ് മേടിച്ചിട്ട് വരും. ഉണ്ടാക്കാനൊന്നും മൂടൊന്നുമില്ല, കുറച്ച് വീഡിയോസ് എടുക്കണം, അതാണ് മെയിൻ. അപ്പോൾ ടൈം സെറ്റ് ആക്കണമെങ്കിൽ ഇപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കിട്ടുമെങ്കിൽ ഫുഡ് മേടിച്ചിട്ട് വരണം. അല്ലെങ്കിൽ പിന്നെ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല. ഇന്ന് ഫുള്ളിരുന്ന് ഷൂട്ട് എഡിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാന്. നോക്കട്ടെ ഗൈസ്. ഇന്ന് ചൂട് കുറവുണ്ട് കേട്ടോ. ഞാൻ ഈ കട്ടിയുള്ള ടീഷർട്ട് ഇട്ടിട്ട് എനിക്ക് ചൂട് കുറവായിട്ടാണ് തോന്നുന്നത്. വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. ചൂട് ഇപ്പോൾ 11:45 12 മണി ആവാനായി എന്തായാലും. സോ നല്ല കട്ട ചൂട് നമുക്ക് ഫീൽ ചെയ്യേണ്ട സമയമാണ്. ചൂട് കുറവുണ്ടെന്ന് എന്ത് പറ്റിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ കുറയണമുണ്ട്, കൂടണമുണ്ട്, പല ടൈപ്പാണ് ഇവിടെ ചൂട്. ഗൈസ് അങ്ങനെ ചായക്കടയിലെത്തി ചായയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഒരു പഴംപൊരിയും ചായയും പറഞ്ഞു ഞാൻ. അപ്പോൾ ഗൈസ് ഞാൻ ചോറ് മേടിച്ച് എൻ്റെ കയ്യിലുണ്ട് ചോറ്. ഇതാകണ ഒരു ഫുൾ മോട്ട സെറ്റ്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ നടത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ മേടിച്ച ഫുൾ മോട്ട സെറ്റ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താ പറഞ്ഞേ, ചൂടില്ല എന്നല്ലേ? പിന്നെ ഇപ്പം നല്ല ചൂടായി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഈ നേരത്തെ ആണോ ഇന്നലെയാണ് പറഞ്ഞത്, കുറച്ച് നേരത്തിന് കുറച്ച് ചൂടായി കയറാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ചൂട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ചൂട്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഓഫ് ചൂടുകൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കരിയുന്നതിന് മുന്നേ വേഗം റൂമിലെത്താം. ഇപ്പം എൻ്റെ നെറ്റിമേലൊരു മുട്ടിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആംപ്ലേറ്റ് ആവും, അത്രയ്ക്ക് ചൂടുണ്ട് ഇപ്പോൾ. ഈ പുറത്ത് വർക്ക് ചെയ്യുന്നവരെ ഞാൻ സമ്മതിച്ച്, ഈ ലൈനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പിന്നെന്താണ് ഈ ലൈനിൽ പോയി വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പുറത്ത് ഇടപാട് നടത്തി വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈ പുറത്ത് വേറെ ജോലികൾ ചെയ്ത് പൊന്നോ പഠിച്ചാൽ അവർക്ക് നിങ്ങൾ ക്ഷമ കൊടുക്കണേ. ഹലോ ബോസ്, ഗുഡ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഞാൻ മിസ്റ്റർ അബ്ദുറഹ്മാൻ. ഞങ്ങൾ നാളെ ലീവാ. നാളെ ലീവിൻ്റെ പൊലിവിലാണ് ഗൈസ് അബ്ദുറഹ്മാൻ. നാളെന്താ പരിപാടി? ഒരു പരിപാടി ഇല്ല. സിംപ്ലിസിറ്റി ഇൻസൈഡ് ഇൻ ദ റൂം. നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഗൈസ്. ഞങ്ങളങ്ങനെ ഒരു വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. റെട്ടർ ഞാൻ അബ്ദുറഹ്മാന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെട്ടർ ഫുള്ള് കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താ അറിയോ അതിൻ്റെ മേക്കിംഗ് ഒന്നും ഒരു ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. തല്ലൊക്കെ ഇല്ലേ, പഴയ സിനിമയിലുണ്ടാവില്ലേ പുതിയ ഡയറക്ടർ ഉണ്ടാക്കിയ തല്ല്, അതേമാതിരി ഉണ്ട്. പക്ഷെ സംഭവം കുൻഫു, അടി മൊത്തം കുൻഫു ലെവല്. ഫൈറ്റ് ഫുള്ള് RDX ലെവല്. എടാ ഡ്രസ്സിങ്ങും അതേമാതിരി RDXിലൊക്കെ ഉള്ള നേരത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിച്ചൊരു വരവുണ്ട് മോനെ, ഇഷ്ടമായി എനിക്ക്. ഞങ്ങളിപ്പോൾ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഷോപ്പിൽ. ചായ കുടിക്കാൻ എന്താ മോനെ ഡ്രസ്സ് എന്തായിരിക്കും കൊടുക്കുക? നോ പ്ലാന്. എന്താ പറ്റിയത്? ഷൂ കുറേ ഓഫർ വന്നിട്ടുണ്ട് ടിക്ടോക്കിൽ. അതോ അത് ഞാൻ പറഞ്ഞു, അത് മറ്റേ കണ്ട വീഡിയോ ആയിരുന്നോ എനിക്ക് മനസ്സിലായി. എൻ്റെ നാട്ടിൽ ക്രോക്സൊക്കെ കക്കൂസും ചെരുപ്പം. അത് നമ്മളെ മെയിൻറ്റെയിൻ കൂടില്ല. പിന്നെ അതിന് പിന്നെ പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ മടുക്കും, ചായക്കട മാറ്റും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. സാറേ പിള്ളേരായ പ്രതികരിക്കും, തെറ്റ് കണ്ട പ്രതികരിച്ചോട്ടെ, അത് പുറത്തിറങ്ങിയാലും ചെയ്യട്ടെ. ചായക്കട പ്രശ്നത്തിലാവും. പിന്നെ അടുത്ത വരവിൽ ആ ചായക്കടയിൽ അവിടെ ഒരു തുറന്നു പറഞ്ഞ അവിടെ ഒരു യുദ്ധം സംഭവിക്കും അല്ലേ ദ്രോനെ? അങ്ങനെ പല ചായക്കടക്കാരും ബാൻ ചെയ്തിട്ടുണ്ട് ദ്രോനെ.
വരുമ്പോൾ തന്നെ മറ്റേ ഒരു ഇജിപ്പോൾ ട്രാക്ക് ഷൂട്ടും ടീഷർട്ട് വരണമെങ്കിലും അത് നോർമൽ ഡ്രസ്സിൽ വരണമെങ്കിലും ഓല മറ്റേ പീക്കി ബ്ലൈൻഡർ ഉണ്ടല്ലോ തൊപ്പൊക്കെ ഇട്ടിട്ട് കോട്ടൊക്കെ ഇട്ട് വരുന്ന മാതിരി അതേമാതിരിയൊക്കെ ഒരു ഇമാജിൻ ചെയ്ത് കാണാം. ഓൾറെഡി വിത്തോട്ടല്ല, എൻ്റെ വിത്തോട്ടായിരിക്കുന്നാല് വിത്തോട്ടല്ല, എൻ്റെ വിത്തോട്ടാണ്. അപ്പോൾ ഗൈസ് ചട്നി വെച്ചിട്ടുള്ള പക്കവട വന്നിട്ടുണ്ട്. പക്കവട വിത്ത് ചട്നി. അനക്കെന്തട്ടി? ഉന്നക്കായ. ഉന്നക്കായ എവിടെ ഇருக்கு? ആർ യു ഷുവർ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉന്നക്കായ, അതായത് നമ്മൾ കായട എന്ന് പറയും. കായട. കണ്ണൂർ കായട പക്ഷെ ഇത് തേങ്ങയാണ് ഇതിനകത്ത്. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ എഗ്ഗാണ്. എഗ്ഗ് വേഷനാന്ന് പറയുന്നത്. ഉന്നക്കായൻ്റെ ഉള്ളിലോ? നാട്ടിൽ കൊണ്ടുവരുന്ന സാധനം. അതെ റൈറ്റ്. ഗൈസ് ഞാൻ ഇനി നേരെ ഡിന്നർ കഴിക്കാൻ പോവാണ്. കൂടെ അബ്ദുറഹ്മാനുണ്ട്. ഞങ്ങൾ ഇന്ന് ഇതാ കഞ്ഞിക്കട ഫ്രഷ് പാലസ് എന്ന് പറഞ്ഞ കടയിലോട്ട് എത്തിയിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ. വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സൂപ്പ് കിട്ടി. ഇതിൽ കുറേ കഷ്ണങ്ങളുണ്ടായിരുന്നു. ഇച്ചായൻ ഈ ഒരു നിമിഷത്തേക്ക് വേണ്ടിയല്ലേ ആഗ്രഹിച്ചത് പറഞ്ഞേരി. ഞാൻ ഇങ്ങനെ കുറേ പീസുകൾ കിട്ടുന്ന സൂപ്പിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും പീസുകളും ഇത്ര നല്ല സൂപ്പും തന്ന കഞ്ഞിക്കടക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഫൈനലി എൻ്റെ ഡിന്നർ ശരി എന്നാ.